ക്യൂബയ്ക്ക് ഇനി ഒരു തുള്ളി എണ്ണയോ പണമോ ലഭിക്കില്ല. വളരെ വൈകുന്നതിന് മുമ്പ് അമേരിക്കയുമായി അവരൊരു ഡീൽ ഉണ്ടാക്കണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെനസ്വേലൻ പിന്തുണയില്ലാതെ ക്യൂബൻ സർക്കാർ തകരാൻ പോകുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. യുഎസിന് പ്രത്യേകിച്ച് ഒരു നടപടിയും എടുക്കേണ്ടതില്ല. നിക്കോളാസ് മദുറോയും വെനസ്വേലയുടെ എണ്ണ വിതരണവും ഇല്ലാതാകുമ്പോൾ ക്യൂബ തകരാൻ തയ്യാറെടുക്കുകയാണെന്നും ട്രംപ് പറയുന്നു. വർഷങ്ങളായി ക്യൂബയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാണ് വെനസ്വേല. ടൂറിസവും കൃഷിയുമായിരുന്നു അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂൺ. എന്നാൽ അമേരിക്ക ഉൾപ്പെടുത്തിയ ഉപരോധങ്ങളും രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും കാരണം ഈ രണ്ടു മേഖലകളെയും പ്രതിസന്ധിയിലാക്കി. വെനസ്വേല നൽകിയ ഓയിലും സാമ്പത്തിക സഹായവും കൊണ്ടാണ് ക്യൂബ പിടിച്ചു നിൽക്കുന്നത്. ക്യൂബയ്ക്ക് വേണ്ട മൊത്തം എണ്ണയുടെ പകുതിയും എത്തുന്നത് വെനസ്വേലയിൽ നിന്നാണ്. ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം. ക്യൂബയ്ക്ക് ദിവസേന ഏകദേശം 30,000 മുതൽ 35,000 വരെ ബാരൽ എണ്ണയും പണവും വെനസ്വേല ഒരു മുടക്കവും കൂടാതെ എത്തിച്ചിരുന്നു. പകരമായി ക്യൂബ സുരക്ഷാ സേവനങ്ങളാണ് വെനസ്വേലയ്ക്ക് നൽകിയിരുന്നത്. മദൂറോ ഉൾപ്പെടെയുള്ള വെനസ്വേലൻ നേതാക്കളുടെ സുരക്ഷ ക്യൂബൻ ഉദ്യോഗസ്ഥരായിരുന്നു ഏറ്റെടുത്തിരുന്നത്. വർഷങ്ങളായി വെനസ്വേലയിൽ നിന്ന് കിട്ടുന്ന വലിയ തോതിലുള്ള എണ്ണയിലും പണത്തിലുമാണ് ക്യൂബ ജീവിച്ചത്. പകരം അവർ അവസാനത്തെ 2 വെനസ്വേലൻ രാഷ്ട്രത്തലവന്മാർക്ക് സുരക്ഷാ സേവനങ്ങൾ നൽകി. എന്നാൽ ഇനി അത് നടക്കില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി. മദൂറോയുടെ അറസ്റ്റിനിടെ നിരവധി ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 32 പേർ കൊല്ലപ്പെട്ടതായി ക്യൂബൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കടുത്ത മുന്നറിയിപ്പ് നൽകി രംഗത്തുണ്ട്.